കുറച്ചായി ഇവരെ വിറ്റിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നുള്ള ഒരു ചീത്തപ്പേര് എനിക്ക് വന്നിട്ട് എന്തായാലും എന്റെ പലിശന്റെ പലിശയും കൂടിയിട്ട് 3 കൂടി കൈപ്പറ്റി. പക്ഷെ അതിലൊന്നുമല്ല ഞാൻ തകർന്നു പോയി. ക്ഷീണം കൊണ്ട് 2 മിനിറ്റ് ഞാൻ ഇരുന്നപ്പോൾ എന്റെ മുമ്പിൽ ടവൽ വെച്ചിട്ട് അതിന്റെ 500 നോട്ടിട്ട് സത്യം പറയല കടലുണ്ടെങ്കിൽ അതിൽ പോയിട്ട് അങ്ങനെ ചാടിയാലോ എന്ന് പറയാൻ അത് ചിന്തിച്ചു. പക്ഷെ പിന്നെ ഞാൻ പ്ലാനിങ് മാറ്റി, കല്യാണം പോലും കഴിയാത്തില്ല. പക്ഷെ അതല്ലല്ലോ ഇപ്പോഴത്തെ എടുത്ത വിഷയം. അമ്മ ഞാൻ പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ പോയത് ജനിക്കണ്ടേനോ തോന്നി. കാറി കേരോട് മൊത്തത്തിൽ ഞാൻ തപ്പി. എന്നിട്ട് കേക്ക് കാണാത്തവരെ എനിക്ക് തോന്നി ഇവരത്ത് എന്തോ വരാൻ പോകുന്നത്. ആദ്യം വലിയ സീനൊന്നുമില്ല, അന്തരീക്ഷം വളരെ ശാന്തി. അതിൽ ഇവർ ഏതോ ഒരു ശാന്തന്റെ പേരും പറഞ്ഞ് അടി കഴിയുന്നത് വരെ എന്തിനാ ആഘോഷങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ട് തന്നെ. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് കുറച്ച് സീനിൽ ഏറി കയറാനുള്ള ട്രയലാണ് ഇപ്പൊ നടന്നത്. കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ടേക്ക് ഇവർ അങ്കായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞുതരാം, ഈ ആന കരിമ്പന്തോട്ടത്തിൽ കീറി എന്നൊക്കെ പറയുന്ന കേട്ടോ. ഏകദേശം അതെല്ലാം പോലത്തെ അവസ്ഥയാണ് അവർ ഉണ്ടാക്കിയത്. ഈ ഇരിക്കുന്നവനെ കണ്ട, ഇവനാണ് ഇതിന്റെ ഒക്കെ മാസ്റ്റർ ഫ്രെയിം. എനിക്കുള്ള ഞാൻ തരാട്ടോ. എല്ലാം കഴിഞ്ഞ 2 കേക്ക് കൊടുത്തിട്ട് ഈ നാളെ ഞാൻ കാറി കയറി മുതലേ തപ്പ് നേരത്തെ ഇത് കൈ കെട്ടി മുറിച്ചിട്ട് ഞാനങ്ങ് പുറക്കുകയും. അപ്പൊ എനിക്ക് 3 പറയാനുള്ളത്, നിങ്ങൾ ചെയ്തതിനൊക്കെ എന്നും നന്ദിയും കടപ്പാടും ഉള്ളവളായിരിക്കും ഞാൻ. ആ നന്ദിയും കടപ്പാടൊക്കെ സൗകര്യം പോലെ ഞാൻ വീട്ടിൽ കൊള്ളാം എന്ന് വെച്ചാ